ഹലോ ഹലോ, എവിടെയാ? ഓഫീസ്. എന്തേനോ? ഒരു കഥ പറയട്ടെ. കഥയാ? എന്ത് കഥ? ഒരു ഓട്ടോഗ്രാഫിൻ്റെ കഥ. ഓ, ഗെറ്റ് ടുഗെദർ. പഴയ പെട്ടിയെല്ലാം പൊടി തട്ടി എടുക്കുന്നുണ്ടാവും അല്ലേ? എൻ്റെ കഥയൊന്നുമല്ല. എന്നാ പറ, കേക്കട്ടെ. നീ എന്താടാ ഓട്ടോഗ്രാഫും സ്ലാം ബുക്കൊന്നും വാങ്ങിക്കാത്തെ? ഒപ്പരം പഠിച്ചാൽ ഓർമ്മിക്കേ ആലം വേണ. അതെനിക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ച് കാലം കഴിഞ്ഞെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആ ഫീല് കിട്ടും. ഓ, ഫ്യൂച്ചർ പ്രഡിക്ഷനൊക്കെ അറിയാലാ. പടാ, നിന്നോട് പറയാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതി. ഈ ഓട്ടോഗ്രാഫിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് വരൂലേ, അന്നേരം നമ്മൾ ടീച്ചേഴ്സിനെല്ലാം കാണൂലേ, അന്നേരം നമുക്ക് പുസ്തകത്തിൽ പഠിച്ചേക്കാളും കുറേ പറയാനുണ്ടാവും. ഞാൻ ഫീലൊന്ന് ആലോചിച്ച് നോക്കിയാ. ഓ, ഫിലോസഫി. അല്ല, നമ്മളിനി കാണുകയില്ലെന്ന് നീ അങ്ങ് ഡിസൈഡ് ചെയ്താ? ആ, കാണുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതുപോലെ ഒരുമിച്ചിരിക്കുക ആർക്കറിയാം. നീ ആ ഹോൾ ടിക്കറ്റിങ് എടുത്തേ. എന്തിനാ? നീ ഇങ്ങ് എടുക്കടാ. ഇനി വരച്ചിടൊന്നും ചെയ്യല്ലേ? പരീക്ഷയെല്ലാം കഴിഞ്ഞല്ലേ? നീ അങ്ങോട്ട് തിരിഞ്ഞിരി, നോക്കണ്ട. ഓ, ഇനി എന്നെങ്കിലും നമ്മൾ ഈ സ്കൂളിൽ വരും. അന്ന് മാത്രമേ നീതിയിൽ എഴുതിയിരിക്കുന്നത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അതുവരെ ഈ ഹാൾ ടിക്കറ്റ് നീ ഇതുപോലെ മടക്കി സൂക്ഷിക്കണം. കഥ കഴിഞ്ഞാ? കഴിഞ്ഞിട്ടൊന്നുമില്ല, ബാക്കി പിന്നെ പറയാം. ഇത് തല. ഡാ, നീ പോയിട്ട് 10 ദിവസമായിട്ടുള്ളൂ. പിന്നെന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട്. അവൾ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ട്, രണ്ടും കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിനടക്കട്ടെ, ഇവളില്ലേ നെഗറ്റീവ് കാരന്? ഇല്ല, യൂറോപ്പിൽ എവിടെയാണ്. പിന്നെ ഞാൻ എത്തിയ ഇത് മറ്റേ ഹോൾ ടിക്കറ്റിൽ ഓട്ടോഗ്രാഫ് എത്തുന്ന ഫ്രണ്ടല്ലേ? അതന്നെ. ഹലോ, നീ എവിടെയാ? ഇവിടെ ബോട്ട് ഹൗസിൽ. ഞാൻ അവിടെ ഉണ്ട്. എവിടെ? എടാ, കേറിയിട്ട് റൈറ്റ് സൈഡ് സിമെന്റ് ബെഞ്ചിട്ട പാത്തില്ലേ, അവിടെ ഉണ്ട്. ആ, ഞാൻ ഇതാ വരുന്നു. ഓയ്, നീ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, നീയും നിന്റെ താടിയും. നമ്മൾ 90s പിള്ളേരുടെ ട്രേഡ് മാർക്കല്ലേ ഈ താടി. അപ്പൊ എനക്കെന്താ മാറ്റം? മാറ്റമൊക്കെ ഉണ്ട്, പക്ഷെ എന്തെന്നാന്ന് മനസ്സിലാവുന്നില്ല. സംസാരിച്ചു തുടങ്ങിയപ്പോൾ പഴയ പോലെ തന്നെ. പിന്നെ മാറാത്തതായിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. തുടങ്ങി ഓന്റെ ഫിലോസഫി. അല്ല, ഗെറ്റ് ടുഗെദറിന് പോയിട്ടുണ്ടുണ്ട്. കുറെ ആൾക്കാരുണ്ടേനോ? 2 ഡിവിഷനും കൂടിയിട്ട് ഒരു 10-60 പേരുണ്ട്. 60 ആൾക്കാരാ? ഞാൻ ഫോട്ടോയിൽ കണ്ടാൽ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല. നീ ശരിക്കും ഏത് രാജ്യത്താ? മാൾട്ട. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അക്കൗണ്ട്സിലാണ് എൻ്റെ ഹസ്ബൻഡ്. സെയിം ഹോസ്പിറ്റൽ നേഴ്സാണ് ഞാനും. ഓ, അപ്പോൾ ഇവിടെ വീട്ടിലാരുമില്ല. അച്ഛൻ മരിച്ചപ്പോൾ അമ്മേനെ നമ്മളങ്ങോട്ട് കൂട്ടി. നീ ഒരു 15 ദിവസം മുന്നേ വന്നിരുന്നെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും. അതിന് ഞാനറിയോ ഈ പരിപാടിയെ പറ്റി. അറ്റ്ലീസ്റ്റ് നിന്റെ നമ്പറെങ്കിലും ആരുടെയും കയ്യിൽ വേണേനും ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട്. നിനക്ക് വലിയ മിസ്സിങ്ങാ. നിന്റെ വൈഫാണോ വാട്സപ്പ് DP-യിൽ? അല്ലാതെ AI എന്ന് വിചാരിച്ചോ? പോടാ. പണ്ട് കാവലെ തിരക്ക് നീ ഒരാളെ പരിചയപ്പെടുത്തുന്നില്ലേ? ആ കുട്ടി തന്നെയാ? ഓ, അപ്പോൾ പഴയതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? അങ്ങനെ എല്ലാം ഒന്നും മറക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാൻ പണ്ട് സ്കൂളിലത്തെ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. ഓർമ്മയുണ്ടോ നോക്കാം. നീ പണ്ട് എനിക്ക് ഹോൾ ടിക്കറ്റിൽ ഒരു ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടില്ലേ? അതെന്താന്ന് ഓർമ്മയുണ്ട? എഴുതി തന്നൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ അതിനകത്ത് എന്നാന്ന് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മയില്ലേ? നീയല്ല എന്ന് പറഞ്ഞേ നമ്മൾ സ്കൂൾ എല്ലാവരും ഒത്തുചേരുന്ന സമയത്ത് ഓപ്പൺ ആക്കിയാൽ മതിയെന്ന്. എൻ്റെ മോനെ, എന്നിട്ട് നീ ആ ഗെറ്റ് ടുഗെദറിന് അത് ഓപ്പൺ ചെയ്താ? ഇല്ലടാ, വീട് മാറുമ്പോൾ അതൊക്കെ മിസ്സായി. നിന്നെ ഉണ്ടല്ലോ. ഹലോ, എത്തിയോ? ആ, ഞാൻ വരുന്നു. എടാ, ഞാനെന്നാ പോന്നേട്ടാ. എൻ്റെ കസിനാടെ വെയിറ്റിങ്ങാ. നീ എന്നാ വാട്സപ്പ് ചെയ്.
ഓക്കെ ഓക്കെ ബൈ. ബൈ. ഹലോ. യെസ് മാഡം, പറയൂ. നീ തിരക്കിലാണാ? ചെറിയ എന്തേ? ഒന്നുമില്ല. വെറുതെ വിളിച്ചാ? വെറുതെ കളയാൻ സമയമില്ലേ? വെക്കട്ടെ. വെക്കല്ലടാ. പിന്നെ നിന്റെ ഗെറ്റ് ടുഗെദറപ്പാ? ജൂലൈ 26. എന്തേ, നീ വരുന്ന? ഞാൻ എൻ്റെ കൂടെ ഡിഗ്രിക്കല്ലേ പഠിച്ചിനി, പിന്നെന്തിനാ വരുന്നത്? പിന്നെ എനിക്ക് പറഞ്ഞിട്ട് എന്തിനാ? അല്ല, നീ അന്ന് പറഞ്ഞ കഥയുടെ ബാക്കി എന്നാ? ഏത് കഥ? ഹോൾ ടിക്കറ്റിൻ്റെ. ആ കഥക്ക് ബാക്കിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതാരല്ലാന്ന് എനിക്കറിയാവോ? എന്തായാലും ഞാനല്ല. അതാരാന്നും ഞാൻ പറയൂല. പക്ഷേ അതിനുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതെങ്ങനെയാ? ഓളല്ലേ അവനോട് പറഞ്ഞു നീ എന്നാണോ എല്ലാവരും മീറ്റ് ചെയ്യുന്നത് അന്ന് മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന്? ഓൻ അതിനുള്ള ക്ഷമയില്ലേനും പോലും. ഓൻ അതന്നെ തുറന്ന് വായിച്ചു. ഓ അങ്ങനെ. ഹാപ്പി? ഹാപ്പിയാണ്. പിന്നെന്താ നിനക്കൊരു മൂകത? ഒന്നുമില്ല, ഹോൾ ടിക്കറ്റിലെ ഓട്ടോഗ്രാഫ് അത് അവൾക്ക് ഓർമ്മയില്ല പോലും. അതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടാവടാ. പിന്നെ പറയാത്തയാ, നമ്മളെല്ലാവരും സ്കൂൾ ലൈഫിലും അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. നമ്മളിനി എത്ര കൊല്ലം കഴിഞ്ഞ് കണ്ടാലും ആ വൈബ് പിന്നെയും സെറ്റാവും. പിന്നെ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതാ. കാലമേ നീ എത്ര കുഴഞ്ഞു പോകിലും വർഷമേ നീ എത്ര മാഞ്ഞു പോകിലും ഓർമ്മകളിലെന്നും ഓമനിക്കുവാനായി പ്രണയവും സൗഹൃദവും വിരഹവും പങ്കിട്ടെടുത്തൊരു ഇടനാഴിയിലിനിയും നാം അണയുന്നൊരു ദിനമെത്തിടും. നമ്മുടെ പൊട്ടിച്ചിരികൾക്കും കളിവാക്കുകൾക്കും അനേകമായിരം വർണ്ണങ്ങൾ ചാലിച്ചെഴുതിയ ഈ വിദ്യാങ്കണത്തിൽ മനോഹരമായ കാലത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരിക്കൽ കൂടി നമുക്ക് ഒത്തുചേരാം, ഒരു ഹാൾ ടിക്കറ്റിനും അപ്പുറം. നിങ്ങളെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മൊഴിയകനുമീടനാഴിയിൽ വഴി പിരി